ദി പ്രോഡക്റ്റ് ഓഫ് 0.666 എക്സെട്ര ഇൻറ്റു 0.333 എക്സെട്ര ഈസ് ഡാഷ്. നോക്കുക, ഇവിടെ 0.666 എക്സെട്ര ഇൻറ്റു 0.333 എക്സെട്ര. ഈ ഗുണനഫലമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കുക, ഈ രണ്ട് സംഖ്യകളും ഒരേ അക്കം തന്നെ ആവർത്തിച്ച് വരുന്ന ദശാംശ സംഖ്യകളാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ ഒരക്കം തന്നെയാണ് ആവർത്തിക്കുന്ന അക്കം 6 അപ്പോൾ ഇതിനെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാനായിട്ട് 9 എന്നെഴുതിയാൽ മതി. ഇതിന് തുല്യമായ ഭിന്നസംഖ്യ 9 ഇൻറ്റു ഇവിടെ 3 എന്ന അക്കമാണ് ആവർത്തിക്കുന്നത്, ഒരേ അക്കം തന്നെയാണ് ആവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭിന്നസംഖ്യാ രൂപം 9 ഇനി നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് 6 ഗുണം 3 എത്രയാണ്? 18. 18/9 ഗുണം 9 എന്ന് വരും. 18നെ 9 കൊണ്ട് ഹരിക്കാം, അപ്പോൾ 2 എന്ന് വരും. അതായത് 9ൽ 2 ഇതിൻ്റെ ഭിന്നസംഖ്യാ രൂപത്തിലുള്ള ഉത്തരം. ഇനി 9ൽ 2നെ നമുക്കിവിടെ തന്നിരിക്കുന്ന എല്ലാം ദശാംശ സംഖ്യാ രൂപത്തിലാണ് ഉത്തരം നൽകിയിരിക്കുന്നത്. അപ്പോൾ 9ൽ 2നെ നമുക്ക് ദശാംശ സംഖ്യാ രൂപത്തിലേക്ക് മാറ്റാനായിട്ട് നോക്കുക. ഇവിടെ വന്നിരുന്ന 0.666 എക്സെട്ര അല്ലെങ്കിൽ 0.333 എക്സെട്ര അതുപോലെ ഒരെണ്ണമായിരിക്കും നമുക്കിവിടെയും കിട്ടുക. അപ്പോൾ ഇതിനെ ദശാംശ സംഖ്യാ രൂപത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 0 ഈ അംശം മാത്രം എടുക്കുക, അംശം ആവർത്തിച്ച് വരുന്നതായിരിക്കും. 2 2 2 എക്സെട്ര. അപ്പോൾ ഉത്തരം 0.222 എക്സെട്ര ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി. ഇഫ് x minus 1/x equal to 3, then x cube minus 1/x cube is dash. x minus 1/x സമം 3 എന്ന് നൽകിയിട്ടുണ്ട്. x cube minus 1/x cube എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. x minus 1/xൻ്റെ വാല്യൂ നൽകുമ്പോൾ x cube minus 1/x cube കാണാനുള്ള ഷോർട്ട് കട്ട് ഇതാണ്. x cube minus 1/x cube equal to x minus 1/x the whole cube plus 3 into x minus 1/x. അപ്പോൾ ഈ ഇക്വേഷൻ കാണാതെ പഠിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാം. x minus 1/x the whole cube എത്ര വരും? x minus 1/xൻ്റെ വാല്യൂ 3. അപ്പോൾ 3 ക്യൂബ് പ്ലസ് 3 ഇൻറ്റു x minus 1/xൻ്റെ വാല്യൂ 3 തന്നെ. 3യുടെ ക്യൂബ്, അതായത് 3 3 തവണ ഗുണിക്കുന്നു, ആവർത്തിച്ച് ഗുണിക്കുന്നു, 27 വരും. 27 പ്ലസ് 3 ഗുണം 3 9, 27 9 36 വരും. അപ്പോൾ ഉത്തരം 36 ശരി ഉത്തരം ഓപ്ഷൻ ഡി. ഈ ഷോർട്ട് കട്ട് ഈ ഇക്വേഷനിൽ എങ്ങനെ എത്താം എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, നോക്കുക, a മൈനസ് ബി ഹോൾ ക്യൂബ് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ്. a ക്യൂബ് മൈനസ് 3a² b പ്ലസ് 3ab² മൈനസ് ബി ക്യൂബ്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് വേണമെങ്കിൽ ഒരല്പം മാറ്റി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും. എ ക്യൂബ് മൈനസ് ബി ക്യൂബ്. നോക്കുക, ഈ രണ്ട് ടേമിലും 3ab നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ മൈനസ് 3ab എന്ന് എടുക്കുക. മൈനസ് 3ab എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ മിച്ചം ഒരു എ മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ ബി ഉണ്ടാവും, മിച്ചമുണ്ട്. ഓർക്കുക, മൈനസ് 3ab എന്നാണ് എടുത്ത്. അപ്പോൾ അകത്തും മൈനസ് കൊടുക്കണം, എന്നാലേ ഗുണിച്ച് കഴിയുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് കിട്ടുള്ളൂ. അപ്പോൾ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് 3ab ഇൻറ്റു എ മൈനസ് ബി എന്ന് വന്നു. ഇനി ഇതിൽ നിന്ന് നമുക്ക് എ ക്യൂബ് മൈനസ് ബി ക്യൂബിൻ്റെ വാല്യൂ എന്നതിന് എഴുതാം. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഈക്വൽ ടു ഈ എ മൈനസ് ബി ഹോൾ ക്യൂബിൽ നിന്നും എ മൈനസ് ബി ഹോൾ ക്യൂബിനോട് 3ab ഇൻറ്റു എ മൈനസ് ബി കൂട്ടിയാൽ മതി. ഇതിനെ ഇടതുവശത്തേക്ക് കൊണ്ടുപോകുന്നു, അപ്പോൾ പ്ലസ് ആവും. അപ്പോൾ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഈക്വൽ ടു എ മൈനസ് ബി ഹോൾ ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ മൈനസ് ബി എന്ന് വരും. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എയുടെ സ്ഥാനത്ത് എക്സും ബിയുടെ സ്ഥാനത്ത് 1/x ആണ്. അപ്പോൾ എ ക്യൂബിൻ്റെ സ്ഥാനത്ത് എക്സ് ക്യൂബ്, ബി ക്യൂബിൻ്റെ സ്ഥാനത്ത് 1/x ക്യൂബ് ഈക്വൽ ടു എ മൈനസ് ബി, അതായത് എക്സ് മൈനസ് 1/x ദി ഹോൾ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു എയുടെ സ്ഥാനത്ത് എക്സ്, ബിയുടെ സ്ഥാനത്ത് 1/x ഇൻറ്റു എക്സ് മൈനസ് 1/x. ഈ എക്സ് ഇൻറ്റു 1/x വരുമ്പോൾ എക്സും എക്സും ക്യാൻസൽ ആവും. അതായത് ദിസ് ഈക്വൽ ടു എക്സ് മൈനസ് 1/x
ദി ഹോൾ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 1/x എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഇക്വേഷനിലെത്തുന്നത്. ഇത് മുഴുവൻ ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ സമയം പോവും. അപ്പോൾ ഈ ഇക്വേഷൻ കാണാതെ പഠിച്ച് വെക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. എക്സ് ക്യൂബ് മൈനസ് 1/x ക്യൂബ് ഈക്വൽ ടു എക്സ് മൈനസ് 1/x ദി ഹോൾ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 1/x. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദി റേഷ്യോ ഓഫ് ഇൻ റേഡിയസ് ആൻഡ് സർക്കം റേഡിയസ് ഓഫ് ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഈസ് ഡാഷ്. അപ്പോൾ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണത്തിൻ്റെ ഇൻ റേഡിയസ്, അതായത് ഇൻ സർക്കിൾ അന്തർവൃത്തത്തിൻ്റെ ആരവും സർക്കം റേഡിയസ് പരിവൃത്ത ആരവും തമ്മിലുള്ള റേഷ്യോ എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ, അതിൻ്റെ സൈഡ്, ഒരു സൈഡിൻ്റെ ലെന്ത് എ യൂണിറ്റ്സ് എന്ന് എടുക്കാം. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് സൈഡ് എ യൂണിറ്റ്സ്. അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം എ യൂണിറ്റ്സ് ആയിട്ടുള്ള ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഇൻ റേഡിയസ് നമുക്ക് സ്മോൾ ലെറ്റർ ആർ കൊണ്ട് സൂചിപ്പിക്കാം. ആർ ഈക്വൽ ടു എ ബൈ 2√3 ആണ്. അതുപോലെ സർക്കം റേഡിയസ്, അതായത് സർക്കിളിൻ്റെ റേഡിയസ്, അതിനെ നമുക്ക് ക്യാപിറ്റൽ ആർ കൊണ്ട് സൂചിപ്പിക്കാം. ആർ ഈക്വൽ ടു എ ബൈ √3 ആയിരിക്കും. ഓർക്കുക, ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് സൈഡ് എ യൂണിറ്റ്സ്, അതിൻ്റെ ഇൻ റേഡിയസ് ഈക്വൽ ടു എ ബൈ 2√3, സർക്കം റേഡിയസ് എ ബൈ √3 ആണ്. അപ്പോൾ നമുക്ക് ഇൻ റേഡിയസും സർക്കം റേഡിയസും തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ കണ്ടുപിടിക്കണം. സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ ഈക്വൽ ടു സ്മോൾ ആറിൻ്റെ വാല്യൂ എഴുതുക, എ ബൈ 2√3 ബൈ ക്യാപിറ്റൽ ആർ എ ബൈ √3. ഇനി ഒരു ഭിന്നസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഈ ഛേദത്തിൽ വരുന്ന ഭിന്നസംഖ്യയുടെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കണം, വ്യുൽക്രമം കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എ ബൈ 2√3 ഇൻറ്റു നമുക്ക് ഗുണിക്കാം. ഇതിൻ്റെ റെസിപ്രോക്കൽ √3/a എന്ന് വരും. ഇതിൽ എന്തൊക്കെ ക്യാൻസലാവും? എയും എയും ക്യാൻസലാക്കാം. നമുക്കിവിടെ 1 കൊടുക്കാം. √3 ക്യാൻസലാക്കുന്നു, ഇവിടെ 1 കൊടുത്തു. അപ്പോൾ 1/2 എന്ന് വരും ഉത്തരം. അതായത് R/R ഈക്വൽ ടു 1:2 എന്ന് വരും. അപ്പോൾ ഇൻ റേഡിയസും സർക്കം റേഡിയസും തമ്മിലുള്ള റേഷ്യോ 1:2 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ സി. ദി സം ഓഫ് ഫസ്റ്റ് 35 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ഡാഷ്. അപ്പോൾ ആദ്യത്തെ 35 ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണം. ആദ്യത്തെ 35 ഒറ്റ എണ്ണൽ സംഖ്യകളുടെ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. സം ഓഫ് ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഈക്വൽ ടു n². അപ്പോൾ ആദ്യത്തെ n ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ തുക എന്ന് പറയുന്നത് n² ആണ്. നമുക്കിവിടെ 35 ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ തുകയാണ് കണ്ട്, അതായത് n-ന് 35 എന്ന് കൊടുക്കുക. അപ്പോൾ തുക എന്ന് പറയുന്നത് സം എന്ന് പറയുന്നത് 35ൻ്റെ സ്ക്വയർ വരും. 35 സ്ക്വയർ എന്ന് പറയുന്നത് 1225 ആണ്. അപ്പോൾ നമുക്ക് വേണ്ട സം 1225. ശരി ഉത്തരം ഓപ്ഷൻ ഡി. If the 10th term and the sum of first 10 terms of an arithmetic progression are 50 and 275 respectively, then the first term is dash. അപ്പോൾ ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ എ പിയിലെ 10ാം പദം നൽകിയിട്ടുണ്ട്. 10th ടേം, അത് നമുക്ക് T10 കൊണ്ട് സൂചിപ്പിക്കാം. 10th ടേം 50 ആണ്. അതുപോലെ സം ഓഫ് ഫസ്റ്റ് ടേം 10 ടേംസ്, ആദ്യത്തെ 10 പദങ്ങളുടെ തുക, അത് നമുക്ക് S10 കൊണ്ട് സൂചിപ്പിക്കാം. അത് 275 എന്നും നൽകിയിട്ടുണ്ട്. നമുക്ക് 1ാം പദം, അതിനെ T1 കൊണ്ട് സൂചിപ്പിച്ചാൽ 1ാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓർക്കുക, സമാന്തര പ്രോഗ്രഷൻ അല്ലെങ്കിൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ n ടേംസിൻ്റെ സമ്മ് കാണാനുള്ള സൂത്രവാക്യം Sn സമം n/2 ഇൻറ്റു T1 പ്ലസ് Tn ആണ്. T1 ആദ്യ പദവും Tn അവസാന പദവും, n-ാം പദവും. അപ്പോൾ നമുക്കിവിടെ 10 പദങ്ങളുടെ തുകയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ S10 എന്ന് പറയുന്നത് എന്ത് വരും?
S10 ഈക്വൽ ടു n/2 10 പദങ്ങളാണ്, അതുകൊണ്ട് n-ന് 10 എന്ന് കൊടുക്കുക. 10/2 ഇൻറ്റു T1 അറിയില്ല പ്ലസ് Tn, അതായത് 10-ാം പദമാണ് ഇവിടെ വരേണ്ടത്. 10-ാം പദം 50 എന്നും വരും. T10 നമുക്ക് കൊടുക്കാം. ദെൻ S10 എത്രയാണ്? S10 10 പദങ്ങളുടെ തുക 275. അതായത് 275 സമം 10-നെ 2 കൊണ്ട് ഹരിച്ച 5 ഇൻറ്റു T1 പ്ലസ് T10 എത്രയാണ്? 50 എന്ന് വരും. ഇത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് T1 കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് ഈ 5-നെയും കൂടെ ഇടതുവശത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 275/5 സമം T1 പ്ലസ് 15 വരും. 275-നെ 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 55 വരും. അതായത് 55 സമം T1 പ്ലസ് 15 വരും. ഓർക്കുക, T1-ൻ്റെ കൂടെ 50 കൂടെ കൂട്ടുമ്പോൾ 55 കിട്ടും. അപ്പോൾ T1 എത്രയായിരിക്കണം? T1 സമം 55 മൈനസ് 50, അതായത് 5 വരും. ആദ്യ പദം 5 ആയിരിക്കും. ശരി ഉത്തരം ഓപ്ഷൻ ബി.